എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും റേഷൻ വിതരണത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരികയാണ്. റേഷൻ കാർഡ് അനുവദിക്കുന്നതിലും മാനദണ്ഡങ്ങൾ മാറ്റാൻ വേണ്ടി സംസ്ഥാന സർക്കാരും തീരുമാനിക്കുകയാണ്. ഏറ്റവും പുതിയ റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഞായറാഴ്ച അവധി കഴിഞ്ഞ് തിങ്കളാഴ്ച മുതൽ വീണ്ടും ജൂലൈ മാസത്തെ റേഷൻ വിതരണം സജീവമാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പുതിയ റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നിങ്ങളുടെ കാർഡ് ഏതായാലും മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകൾ ഉള്ളവർ നിർബന്ധമായിട്ടും വീഡിയോ കാണുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്ത്യോദയ അന്നയോജന AAY പദ്ധതിയിൽ ഉള്ളവരുടെ റേഷൻ വെട്ടിക്കുറക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു എന്നുള്ളതാണ്. കേരളത്തിലെ 5.95 ലക്ഷം കുടുംബങ്ങളെ ഇത് ദുരിതത്തിലാക്കും. 2013 ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ ഭേദഗതിയിൽ അന്നത്തെ കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രസിദ്ധീകരിച്ച കരട് ബിൽ പ്രകാരം മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് പ്രതിമാസം ലഭിച്ചിരുന്ന 35 കിലോ ഭക്ഷ്യധാന്യം കുറക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. കുടുംബത്തിന് മാസം 35 കിലോ ഭക്ഷ്യധാന്യമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഭേദഗതിയിലൂടെ ഒരു വ്യക്തിക്ക് 7 കിലോ ഭക്ഷ്യധാന്യം എന്ന നിലയിലായി കുറയും. 2 അംഗങ്ങളുള്ള കുടുംബങ്ങൾക്ക് അപ്പോൾ 14 കിലോ മാത്രമായിരിക്കും ലഭിക്കുക. ഒറ്റയടിക്ക് കുറവ് വരുന്നത് 21 കിലോ ആണ്. ഒരാൾക്ക് 7 കിലോ ഭക്ഷ്യധാന്യം എന്ന് നിശ്ചയിക്കുമ്പോഴും കുടുംബത്തിൽ 7 അതിൽ കൂടുതലോ അംഗങ്ങൾ ഉണ്ട് എങ്കിൽ 35 കിലോ ഭക്ഷ്യധാന്യം തന്നെയാണ് ലഭിക്കുക. അതിൽ കൂട്ടൽ വരുത്തില്ല, കുറവ് മാത്രമാണ് കേന്ദ്ര സർക്കാർ വരുത്തുന്നത്. ഏറ്റവും ദരിദ്ര കുടുംബങ്ങൾക്കാണ് AAY മഞ്ഞ റേഷൻ കാർഡ് ലഭ്യമാകുന്നത്. അംഗങ്ങൾ കുറവുള്ള അന്ത്യോദയ റേഷൻ കാർഡ് ഉടമകൾക്ക് വലിയ തിരിച്ചടിയാകും. ദരിദ്രർ എന്ന് വിശേഷിപ്പിക്കാവുന്നവരാണ് മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ. രോഗികൾ, പ്രായമായവർ, ദിവസവേതനത്തിന് പണിയെടുക്കുന്നവർ അടങ്ങുന്ന വലിയൊരു വിഭാഗം കുടുംബങ്ങളുടെ പ്രധാന ആശ്രയമാണ് മഞ്ഞ റേഷൻ കാർഡുകൾ. 2016 കേരളത്തിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം പ്രാബല്യത്തിലായത്. 2016-17 കാലയളവിൽ 5.96 ലക്ഷം AAY റേഷൻ കാർഡ് ഉണ്ടായിരുന്നു. ജൂണിൽ കേന്ദ്ര സർക്കാർ ഈ പ്രഖ്യാപനം നടത്തിയെങ്കിലും ജൂലൈയിൽ റേഷൻ വിഹിതത്തിൽ മാറ്റം വന്നിട്ടില്ല. പക്ഷേ വരും മാസങ്ങളിൽ മഞ്ഞ റേഷൻ കാർഡിന്റെ ഓരോ അംഗങ്ങൾക്കും 7 കിലോ വീതം ഭക്ഷ്യധാന്യമായിരിക്കും ലഭിക്കുക. അതിൽ 6 കിലോ അരിയും 1 കിലോ ഗോതമ്പും ലഭിക്കാനാണ് സാധ്യത. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, കുറെ കാലമായിട്ട് നീല റേഷൻ കാർഡുള്ളവർക്കും വെള്ള റേഷൻ കാർഡുള്ളവർക്കും ഒന്നും ഗോതമ്പ് ലഭിച്ചിരുന്നില്ല. ആട്ടയും നിർത്തലാക്കിയതിനു ശേഷം കഴിഞ്ഞ 6 മാസം മുമ്പാണ് ആട്ട വീണ്ടും പുനഃസ്ഥാപിച്ചത്. ഇപ്പോഴിതാ ഈ ജൂലൈ മാസത്തിൽ നീല റേഷൻ കാർഡിന് 3 കിലോ ഗോതമ്പ് 8 രൂപ 70 പൈസ നിരക്കിൽ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അത് ടൈഡ് ഓവർ വിഹിതമായിട്ട് തന്നെയായിരിക്കും ലഭിക്കുന്നത്. ചില മാസങ്ങളിൽ അരിയും ചില മാസങ്ങളിൽ ഗോതമ്പും ഈ ഒരു രീതിയിലായിരിക്കും സ്പെഷ്യൽ ആയും കൊണ്ടുള്ള വിഹിതങ്ങൾ നീല റേഷൻ കാർഡിന് ലഭിക്കുക. ഓണത്തിന് നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അധികം അരി 10-15 കിലോ അധികം അരി ലഭിക്കും. 10 രൂപ 90 പൈസ നിരക്കിൽ എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. മറ്റൊന്ന്, ട്രോളിംഗ് നിരോധനം ഈ മാസം അവസാനം വരെയാണുള്ളത്. മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ മത്സ്യത്തൊഴിലാളികൾക്കും ഈ കാലയളവിൽ സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊരു അറിയിപ്പിലേക്ക് വന്നാൽ, കൂടുതൽ പേർക്ക് BPL റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി മുൻഗണനാ വിഭാഗത്തിൽ മാറ്റം വരുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. മുൻഗണന പിങ്ക് റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കാനാണ് സർക്കാർ നടപടി ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്, സ്വന്തമായി ആവശ്യത്തിനുള്ള സ്വകാര്യ 4 ചക്ര വാഹനം, കൃഷിയോഗ്യമല്ലെങ്കിലും ആണെങ്കിലും 1 ഏക്കറിലധികം ഭൂമി, ഇവയൊക്കെ ഉണ്ടെങ്കിൽ പിങ്ക് റേഷൻ കാർഡിന് അർഹതയില്ല. ഇവയിലൊരു ഇളവ് നൽകാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. 1200 സ്ക്വയർ ഫീറ്റ് വീട്, 800 cc മുകളിലുള്ള വാഹനം, കൃഷിയോഗ്യമല്ലാത്തതോ മറ്റു തരത്തിൽ ഉപയോഗിക്കാനാവാത്തതോ ആയ 1 ഏക്കറിലധികം ഉള്ള ഭൂമി എന്നിവ ഉണ്ട് എങ്കിലും മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആലോചന നടക്കുന്നത്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് മാനദണ്ഡങ്ങൾ പുതുക്കുന്നത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ സിവിൽ സപ്ലൈസ് കമ്മീഷണർ K. ഹിമയ്ക്ക് നിർദ്ദേശം നൽകിയത്. മുൻഗണനാ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡം നിശ്ചയിക്കാൻ അതാത് സംസ്ഥാനത്തെ സർക്കാരുകൾക്ക് അധികാരം ഉണ്ട്. 2ാം പിണറായി സർക്കാർ നിരവധി ആളുകളുടെ കയ്യിൽ നിന്നും അനർഹമായി കൈപ്പറ്റിയിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡുകൾ
പിടിച്ചെടുക്കുകയും വൻതോതിലുള്ള പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1,00,000-ലധികം ഒഴിവുകളാണ് സംസ്ഥാനത്ത് ഇപ്പോഴും ഉള്ളത്. അപേക്ഷകൾ ക്ഷണിക്കുമ്പോഴെല്ലാം ഇതിലേക്ക് കൃത്യമായിട്ടുള്ള അപേക്ഷകൾ വരുന്നില്ല. അതുകൊണ്ടാണ് മാനദണ്ഡത്തിൽ ഇളവ് വരുത്താൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആലോചന തുടങ്ങിയിട്ടുള്ളത്. നിലവിൽ ഒരു സാധാരണക്കാരൻ വീട് വെക്കുമ്പോൾ റേഷൻ കാർഡിന് വേണ്ടി ചെറിയ വീട് വെക്കാൻ കഴിയില്ല. കാരണം വീട്ടിലെ അംഗബലത്തിനനുസരിച്ച് വീട് വലുതാക്കേണ്ടി വരും. പക്ഷെ ദരിദ്ര കുടുംബമാണ് എങ്കിൽ പോലും അവർക്ക് ഈ കാരണത്താൽ റേഷൻ കാർഡിന്റെ മുൻഗണനാ പദവി നിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. നിലവിൽ 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടിന്റെ പ്രശ്നം കാരണം ഒട്ടേറെ പട്ടികജാതി കുടുംബങ്ങളടക്കം മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനാവാതെ വലയുന്നുണ്ട്. ഇതിൽ പലരുടെയും വീടിന്റെ സ്ഥിതിയും പരിതാപകരമാണ്. വീടിന്റെ വിസ്തീർണത്തിൽ ഇളവ് നൽകുന്നതിൽ പട്ടികജാതി പട്ടികവർഗ തദ്ദേശ വകുപ്പും അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത്. 1 ഏക്കറിലധികം സ്ഥലം ഉണ്ട് എങ്കിലും വെള്ളക്കെട്ടും മറ്റുമായി കൃഷിയോഗ്യമല്ലാത്ത പ്രദേശങ്ങൾ കുട്ടനാടിലും മറ്റുമുണ്ട്. വീട്ടിലെ കിടപ്പ് രോഗികളെയും ഭിന്നശേഷിക്കാരെയും പ്രായമായവരെയും ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാനെങ്കിലും ഒരു ചെറിയ വിലക്ക് സെക്കൻഡ് ഹാൻഡ് വാഹനം എടുത്താൽ പോലും മുൻഗണനാ റേഷൻ കാർഡിൽ നിന്നും പുറത്താകുന്ന സാഹചര്യം സംസ്ഥാനത്തുണ്ട്. ഇതിന് എല്ലാമാണ് ഇനിയൊരു മാറ്റം വരാൻ പോകുന്നത്. ഈ മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സപ്ലൈകോയിലൂടെയുള്ള ജൂലൈ മാസത്തെ സബ്സിഡി സാധനങ്ങളുടെ വിതരണം തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം സബ്സിഡി ഇതര സാധനങ്ങൾക്ക് ലോകകപ്പ് ഓഫറിന്റെ അടിസ്ഥാനത്തിൽ 11 ഇനം പാക്കറ്റ് ഉൽപ്പന്നങ്ങൾക്ക് ഓരോ ടീമും ഗോൾ അടിക്കുന്നതിന്റെ എണ്ണത്തിനനുസരിച്ചുള്ള വിലയിൽ ശതമാനക്കുറവ് ഉണ്ടാകുന്നതാണ്. ആവശ്യമുള്ളവർ കൈപ്പറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിലവിൽ BPL റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സിറ്റിസൺ ലോഗിൻ വഴി സ്വന്തമായിട്ടും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഈ മാസം 17-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.